ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ന്യൂ മോഡൽ പ്രെയർ ഡ്രസ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൽ രണ്ട് അളവുകളാണ്. ഞാനിപ്പോൾ 65ഉം 85ഉം ആണ് എടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ 65 എന്നുള്ളത് മുന്നിലത്തെ അളവും 85 എന്നുള്ളത് ബാക്കിലത്തെ അളവുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നിൽ എത്രയാണോ നമുക്ക് അളവെടുക്കുന്നത് അതിൽ 20 കൂട്ടിയിട്ട് ബാക്കിൽ അളവെടുക്കുക. കാരണം അത് നമുക്ക് മുഖമക്കനാക്കിയിട്ട് വരുന്നത് ആ ഒരു ബാക്ക് ഭാഗത്ത് നിന്ന് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കതിനാണ് നമ്മൾ ആ ഒരു അളവെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ 65 + 85 കൂട്ടിയിട്ട് എത്രയാണോ കിട്ടണത് അത്രയും ലെങ്ത്തിൽ നമുക്ക് തുണി എടുക്കാം. തുണി എടുത്തിട്ട് നമ്മൾ ഒന്നായിട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വീതി നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും വിടുത്ത് നമുക്ക് വേണ്ട. ഇത് ഏകദേശം 42 ഇഞ്ചോ അങ്ങനെ എന്തോ ഉണ്ട് ഈ ഒരു തുണി. അപ്പോൾ ആ ഒരു വിടുത്ത് നമുക്ക് അത്രയും തന്നെ വേണ്ട. പിന്നെ അപ്പോൾ അത്രയും നല്ല വിടുത്ത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇത് വേണ്ട കേട്ടോ. പിന്നെ ലെങ്ത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് എത്രയാണോ നമ്മുടെ മാക്സിയുടെ അളവ് ആ അളവിനേക്കാളും ഒരു 12 ഇഞ്ചെങ്കിലും നമുക്ക് കൂടുതൽ വേണം. എങ്കിലാണ് നമുക്കതൊരു കാല് കാണാത്ത രീതിക്ക് ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത്രയും ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ തുണിയുടെ വിടുത്ത് നമുക്ക് 42 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വിടുത്ത് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് കുറച്ചിട്ട് നമ്മളൊരു 37-38 ഇഞ്ച് അല്ലെങ്കിൽ 37 ഇഞ്ചിലൊക്കെ നമുക്ക് അത്രയും തന്നെ മതി നമുക്ക് വിടുത്ത്. അപ്പം നമ്മളതിൽ നിന്ന് 5 ഇഞ്ച് നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ വിടുത്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണേ. ഫസ്റ്റ് ബാക്കും മുന്നും കൂടെ മുന്നിൻ്റെയും ആ എല്ലാ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് ഇപ്പോൾ എല്ലാവരിലും കാണുന്നതാണ് ഈ ഒരു ന്യൂ മോഡൽ പ്രെയർ ഡ്രസ്സ്. അപ്പോൾ ഞാനത് വളരെ ഈസി ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്കൊരു ശരിയായിട്ടുള്ളൊരു അളവ് പോലും വേണ്ട. കറക്റ്റായിട്ട് നമുക്കിത് അടിച്ച് തന്നെ എടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെറിയ ഒരു മോക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അതായത് ഒരു 52 ഇഞ്ച് ഒരു മാക്സി ടൈപ്പ് നമ്മൾക്ക് വരികയാണെങ്കിൽ 52 ഇഞ്ചൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു അളവ് എന്ന് പറയുന്നത്, ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എടുത്തിട്ടാണ് ഞാൻ 65 ഇഞ്ചിൽ അളവെടുത്തത്. അപ്പോൾ 65 + 20 നമ്മുടെ ബാക്കിൽ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ തടിയൊന്നും ഇല്ലാത്ത മോളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 5 ഇഞ്ച് അതിൽ നിന്ന് വെട്ടിക്കളയണത്. പിന്നെ കുറച്ചൊക്കെ തടിയുള്ള ആളുകളാണെച്ചെങ്കിൽ അത് ഫുൾ വിടുത്ത് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു പ്രെയർ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു നമ്മുടെ മുഖമക്കന വരുന്ന ആ ഒരു ഭാഗം മാത്രം ഒന്ന് ക്ലിയറായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം ഒന്ന് മനസ്സിലാക്കാം. അവിടെ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും വരണതുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും നമുക്ക് അത്രയും ടൈറ്റായിട്ടുള്ള ഒരു മെത്തേഡൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആ ഒരു ഭാഗം മാത്രം ഒന്നും കൂടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കാണുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആകും. പിന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം 65 ഇഞ്ച് ലെങ്ത്താണ് പറയണത്. 65 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 65 + 20 ഇഞ്ച് 85 ലെങ്ത്തിൽ ബാക്ക് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളത് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് നമ്മൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് ഭാഗത്താണ് നമ്മുടെ മുഖമക്കന വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ബാക്കും മുന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും വേറെ വേറെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് ആവശ്യം. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ സ്ലീവിൻ്റെ അളവ് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 18 ഇഞ്ചാണ്. ആ ഒരു 18 ഇഞ്ചിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി 4 ആക്കി മടക്കിയിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ മുകളിലെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു 11 ഇഞ്ച് വിടുത്താണ് നമ്മൾ എടുക്കുന്നത്. 11 അല്ലെങ്കിൽ 10 മതിയാകും. 11 ഇഞ്ച് കുറച്ച് വിടുത്ത് വേണം, കുറച്ച് ലൂസ് വേണം എന്നുള്ളവർക്ക് ഒരു 11 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു വിടുത്ത് എടുക്കുക. താഴെ ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച്, അല്ലെങ്കിൽ നമ്മൾ അലാസ്റ്റിക്കാണ് വെക്കണത്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പൂ പോലെ നല്ല കറക്റ്റായിട്ട് നല്ല ഒരു വിടർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 9 ഇഞ്ച് വരെ എടുക്കാം. അതല്ലെങ്കിൽ കുറഞ്ഞ ഒരു ലൂസ് മതി എന്നുള്ളവർക്ക് ഒരു 7 ഇഞ്ച് അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ 11 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ഇഞ്ചൊക്കെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെ സ്ട്രൈറ്റ് അല്ലാതെ നമ്മളൊരു ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മുഖത്തിൻ്റെ നമുക്ക് ആ ഒരു കയറുണ്ടാവുമല്ലോ മുഖമക്കനയിൽ, ആ ഒരു കയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 25 ഇഞ്ച് ലെങ്ത്തിലും ഒരു 2 ഇഞ്ച് വിടുത്തിലും ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്. അത് മറിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമുക്ക് അതിനുള്ളിൽ എലാസ്റ്റിക് ഇട്ടിട്ട് വലിക്കുമായിരിക്കും ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സ്ട്രിപ്പ് നമുക്ക് എടുക്കാം. ഞാനൊരു 3/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുക്കുന്നത്. 1/2 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുക്കുന്നത്. 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഉണ്ട്. അതുപോലെ അലാസ്റ്റിക് അല്ലാതെ നമുക്ക് കയറാക്കിയിട്ട് അങ്ങനെയും വെക്കാം. നമ്മൾ നേരത്തെ ഒരു പ്രയർ ഡ്രസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കയറ് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അലാസ്റ്റിക് വെക്കുകയാണ്. കുറച്ചൊരു മോഡേൺ ആയിട്ടിരിക്കുമ്പോൾ മോഡേൺ ആയിട്ടുള്ളത് തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പാർട്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്യണത് നമ്മുടെ ആ ഒരു മുഖമക്കനൻ്റെ ആ ഭാഗമാണ് ചെയ്യണത്. അപ്പോൾ ബാക്ക് പീസാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ 20 കൂട്ടിയെടുത്തില്ലേ ഒരു പീസ്, ആ പീസ് കേട്ടോ. ഏറ്റവും ലെങ്ത്ത് കൂടിയ പീസാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഒരു സൈഡ്, നമ്മൾ സൈഡല്ല അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, നമുക്കിപ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ, അതായത് താഴെയും മുകളിലും ഒരുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ താഴെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മുടെ മുഖമക്കനായിട്ട് നമുക്ക് വരുന്നത്, നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് വരണത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ അത്രയും നല്ല ഭംഗിയായിരിക്കും. എന്നാൽ അതിങ്ങനെ ചുരുണ്ട് പോവാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു വൃത്തിക്ക് നമ്മുടെ മുഖത്ത് ചേർന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയറായിട്ട് നോക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാ ഭാഗവും നമ്മൾ സാധാ ടോപ്പ് തയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രയർ ഡ്രസ്സ് തയ്ക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു 37 ഇഞ്ച് വിടുത്തുണ്ടാവും. ആ ഒരു വിടുത്തിൽ ഫുള്ളങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് നമ്മുടെ കഴുത്തിന് പാകമായിട്ട്, നമ്മുടെ ആ ഒരു മൊക്കന നമ്മളിടുന്ന അതിന് പാകമായിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 9.5 ഇഞ്ച്, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 9.5 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് വരെയൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ സാധാ പ്രയർ ഡ്രസ്സിൻ്റെ മൊക്കന നമ്മൾ അടിക്കുമ്പോൾ ഒരു കോൺ ഭാഗം ഞാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു കോണ് വെച്ച് കണ്ട് ഒരു ശീല വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നോ, അത് നിങ്ങൾക്ക് മുന്നേ ഉള്ള പ്രയർ ഡ്രസ്സിൽ ഞാൻ ഒരു 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്താൽ അറിയാം. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൊടുക്കാം എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ മാത്രമാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും പറയുകയാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇത്. പിന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ എപ്പോഴും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് മാത്രമാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് നിവർത്തി നോക്കിക്കേ. ആ നിവർത്തി നോക്കിയിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ നോക്ക്.
ഈ ഒരു ഭാഗത്ത് കണ്ടോ. ഇപ്പം ഇതാണ് നമ്മുടെ തലയിൽ ഇടുന്ന ഭാഗം. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഈ സെൻറ്റർ ഭാഗം കണ്ടോ. ഈ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ഇനി ഫ്രണ്ട് ഭാഗം നമ്മൾ യോജിപ്പിക്കാൻ പോണത്. അപ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുക്കുക. അതായത് നമ്മുടെ തുണി കറക്റ്റ് അല്ല വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് വൃത്തിക്കൊന്ന് വെട്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് അതിലോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട് പീസ് നമ്മൾ 20 ഇഞ്ച് കുറഞ്ഞ ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് ലെങ്ത്തിലുള്ളതല്ല വിഡ്ത്തിൽ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ ഭാഗം രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് ഒരു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറ്റേ സൈഡത്ത് സ്റ്റിച്ച് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് അങ്ങ് പോയാൽ മതി. ഇതെങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റർ കണക്കാക്കിയിട്ട് അടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു അളവ് തെറ്റിപ്പോകുന്നുള്ള ഒരു ഇത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊടുത്താൽ മതി. നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ അതുപോലെ കേട്ടോ. നമ്മൾ സെൻറ്റർ ഫസ്റ്റ് അല്ലേ കൊടുക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. പിന്നെ എന്താ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ നമ്മളൊരു 5 ഇഞ്ച് വിഡ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൂല് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നൂല് വലിവ് ഒന്ന് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവരും ഇത് കാണുന്നതിനോട് കൂടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഡൗട്ട് വരുള്ളൂ. അതല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിങ്ങനെ ഇത് വളരെ ഈസിയാണ്, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലായിട്ടില്ല, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് നമുക്ക് വരിക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഡൗട്ട് ഉണ്ടാവുക. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. കമൻറ്റിൽ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് മാത്രം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ ആ ഒരു ഭാഗം രണ്ട് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത ഭാഗത്തിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗവും കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അത് നിവർത്തി വെച്ചെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യണത്. ഈ ഒരു ഭാഗത്തും നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കണതും പറയണതും. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തവണ ചെയ്താൽ പിന്നെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു 1/2 hour കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്യലും സ്റ്റിച്ച് ചെയ്യലും കൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രെയർ ഡ്രസ്സ് പിന്നെ ഇത് ഒരു ജോലിയായിട്ട് എടുക്കുന്നവർക്ക്, അത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടെയാണ് ഇത്. മറ്റേ പ്രെയർ ഡ്രസ്സ്, നമ്മൾ സാധാ പ്രെയർ ഡ്രസ്സ് ചെയ്യണതിനേക്കാളും ഈസിയാണ് ഇത്. നമുക്ക് പ്രത്യേകിച്ചൊരു കട്ടിങ്ങോ ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്ലീവ് റൈറ്റും ലെഫ്റ്റും നമ്മൾ ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൂട്ടി യോജിപ്പിക്കുകയാണ് പിന്നീട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലീവ് ജോയിൻ ചെയ്യാം. ഇനി ഫസ്റ്റ് നമ്മളൊരു സ്ലീവ് അറ്റാച്ച് ചെയ്തു, ഇനി അടുത്തത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് പിന്നെ നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് നോക്കുകയാണ്. സ്ലീവിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ താഴെ ഭാഗം നമ്മൾ ഒരു ഏറ്റവും ചെറുതാക്കി മടക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് നമ്മൾ മടക്കുക കേട്ടോ, സ്ലീവിൻ്റെ ഏറ്റവും താഴെ. ഇനി നമുക്ക് ഇത് റൗണ്ട് ചെയ്തിട്ട് നമ്മുടെ ഫാഷൻ മേക്കറിൽ ചെയ്യാമല്ലോ, അതുപോലെ ചെയ്താൽ അതിലും കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് ഫാഷൻ മേക്കറിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യണത് നമ്മൾ സ്ലീവിന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ആ ഒരു
നൂലൊക്കെ വലിഞ്ഞ് നിൽക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ താഴെ ഭാഗം മടക്കി സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി കൊടുക്കണം കേട്ടോ. എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്, മടക്കി കൊടുക്കുന്നത്. അങ്ങനെ മടക്കി തയ്ക്കുമ്പോഴാണ് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. ഒരു പൂവ് പോലെ നമുക്ക് ഫ്ലവർ പോലെ കിട്ടും. ആ റൗണ്ട് ചെയ്യണമെങ്കിൽ ഫാഷൻ മേക്കറിൽ റൗണ്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഫാഷൻ മേക്കറിൽ ചെയ്യണില്ല, സാധാ ഇതിൽ തന്നെ അങ്ങനെ ചെറുതാക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. 2 സ്ലീവും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക് വെക്കുവാൻ പോവുകയാണ്. ഈ അലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത്, 1/2 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് നോക്കാം, അളന്ന് നോക്കാം എത്രയാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരളവിൽ നമുക്ക് അലാസ്റ്റിക് എടുക്കാം. പിന്നെ ഒരു 9 ഇഞ്ച് ലെങ്ത്തിലൊക്കെ അലാസ്റ്റിക് എടുത്താൽ ധാരാളമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് താഴെ നിന്ന് ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഒരുപോലെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 3 ഇഞ്ച് വരെ നമുക്കിങ്ങനെ കൊടുക്കാം. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഒരേ അളവിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. അല്ലെങ്കിൽ അത് വളഞ്ഞും തിരിഞ്ഞും പൊളിഞ്ഞൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നല്ല ഒരു ഫ്ലവർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 ഇഞ്ച് ഇങ്ങനെ ഒരുപോലെ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അലാസ്റ്റിക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നല്ല ഫ്ലവർ പോലെ നമുക്ക് നമ്മുടെ സ്ലീവ് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മോഡൽ കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതിൽ തെളിയിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ. നമുക്ക് പ്രയർ ഡ്രസ്സാണെങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയിലിട്ട് നടക്കാമല്ലോ അല്ലേ, പ്രയർ ചെയ്യാം. പിന്നെ നമ്മളൊരു 4.5 ഇഞ്ച് വിടുത്താണ് നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് എടുക്കുന്നത്. എന്നിട്ട് ഇനി നമ്മളത് കൂട്ടി യോജിപ്പിക്കാൻ പോകണം. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് നമുക്ക് ഇനി തയ്ക്കാൻ ഇല്ല, അത്രയും ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഈസി ആയിട്ട് തന്നെയാണ്. ഇനി നമുക്കൊരു അളവൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ആ ഒരു 4.5 ഇഞ്ച് നമ്മൾ താഴോട്ട് അതിനി നിങ്ങൾക്ക് 4 ഇഞ്ച് ഉള്ളവർക്ക് 4 ഇഞ്ച് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്കത് കൂട്ടി യോജിപ്പിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവിടത്തൊന്നും ഒരു അളവും ഇല്ല. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചിലൊക്കെ നമുക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. താഴോട്ടറ്റം അങ്ങനെ പോയിട്ട് താഴെ നമ്മൾ മടക്കി തയ്ക്കും കൂടി ചെയ്താൽ നമ്മുടെ പ്രയർ ഡ്രസ്സിൻ്റെ ജോലി കഴിഞ്ഞു. സ്റ്റിച്ചിങ്ങിൻ്റെ അതും കഴിഞ്ഞ് 2 ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ അതൊരു കറക്റ്റ് അളവിൽ നമ്മളൊന്ന് 2 സൈഡും ഒരുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. ഇതോടുകൂടി നമ്മുടെ പ്രയർ ഡ്രസ്സിൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും പറയുകയാണേ. ഓക്കെ, താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് വീഡിയോ. ഓക്കെ. പോവല്ലേ നമുക്കൊരു കാര്യം കൂടി ബാക്കിയുണ്ട്, മറന്നുപോയി ഞാൻ. അതായത് നമ്മുടെ മൊക്കനയുടെ ആ ഒരു കയറിൻ്റെ ഭാഗം അല്ലേ, എലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ ചെയ്തില്ല, അത് ഓർത്ത് പോയി ഞാൻ ഇപ്പോൾ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഇതൊന്നും മടക്കി തയ്ക്കട്ടെ, എന്നിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിപ്പ് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ അതേ വിടത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുകയാണ്. ഇത് മറിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. അതായത് നമ്മൾ റോങ് സൈഡിൽ, ചീത്ത സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഇനി അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഇനി നമുക്കത് മറിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു 1/2 ഇഞ്ചിൻ്റെതോളം 1/2 ഇഞ്ചിൽ ലെയർ കൂടുതലുണ്ടായത് കൊണ്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു ട്രിക്കാണ് കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ
സ്റ്റിച്ച് ചെയ്ത ഭാഗമൊന്നും കാണൂല. നല്ല സൈഡിലോട്ട് നമ്മളിങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലൂടെ അലാസ്റ്റിക് കയറ്റിയിട്ട് ഒരു സ്ട്രിപ്പായിട്ട് മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഇനി നമുക്ക് അതിനുള്ളിലൂടെ അലാസ്റ്റിക് കയറ്റിയിട്ട് നമ്മൾ കൊടുക്കുക. അത് നമ്മളല്ലേ ഇപ്പോൾ കറക്റ്റ് ഒരു അളവ് കിട്ടിയില്ല എന്നെങ്കിൽ ഒരു 15 ഇഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ലെങ്ത്ത് വരുന്നത് അലാസ്റ്റിക്കിൻ്റെ. ഇനി നിങ്ങൾക്ക് ഒരു കറക്റ്റ് അളവ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചെങ്കിൽ അതൊന്ന് തലയിൽ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ആ ഒരു ടൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലെങ്ത്ത് കിട്ടും. ഒരു 15 ഇഞ്ചൊക്കെ ധാരാളമായിരിക്കും കേട്ടോ. 15 ഇഞ്ച് തന്നെ കറക്റ്റ് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ചില ആളുകളത് തല വലുതായിരിക്കും അല്ലേ, ചില ആളുകളത് ചെറുതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മുടെ പ്രയർ ഡ്രസ്സിൽ നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ പ്രയർ ഡ്രസ്സിൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക കേട്ടോ. താങ്ക് യു.